ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് കണ്ടത്. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തുടക്കം മുതൽക്കേ ഇതിന് വന്നൊരു ഹൈപ്പ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നൽ മുരളി യൂണിവേഴ്സിലേക്ക് വരുന്നൊരു സിനിമയാണെന്നൊക്കെയായിരുന്നു. പക്ഷേ അതിൻ്റെ റൈറ്റേഴ്സ് ഇതിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും പിന്നീട് ആ സ്ഥലപ്പേരുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലൊരു നിബന്ധനയോട് കൂടിയൊക്കെയാണ് പിന്നീട് ഈ സിനിമ സംഭവിച്ചതെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിക്കൻ സിനിമാറ്റിക് യൂണിവേഴ്സ് WCU ഇതിലേക്ക് വരുന്ന രണ്ടാമത്തെ സിനിമ എന്നുള്ള ലേവലിലാണ് ഇപ്പോൾ ഈ സിനിമ അറിയപ്പെടുന്നത്. ബട്ട് ഇത് മിന്നൽ മുരളി യൂണിവേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ തുടക്കം തന്നെ പറയാം. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ അതായത് മൾട്ടി ബോംബുകളാണ് പുള്ളിക്കാരൻ തിയേറ്ററുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സിനിമയിലേക്ക് പ്രേക്ഷകർക്ക് കൂടുതൽ പ്രീതി കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിൻ്റെ പേരിൽ തന്നെയാണ്. സോ അവിടേക്ക് വരുമ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിന്നൽ മുരളിയിലൊക്കെ കണ്ടതുപോലെ തന്നെ ദേശം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം പോലെ തന്നെ ഫിക്ഷണലായിട്ടുള്ളൊരു ഗ്രാമം, വളരെ സാധുക്കളായിട്ടുള്ള കുറേ മനുഷ്യർ, അവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, വേറെ പ്രത്യേകിച്ച് കേസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടുത്തെ പ്രധാന കള്ളനാണ് അന്തിക്കുരുടൻ എന്ന് പറയുന്നൊരു കക്ഷി. അതായത് ചെറിയ മോഷണങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെ പെട്ടെന്ന് ഒരു ദിവസം ആ ഗ്രാമത്തിൻ്റെ 50ാം വാർഷികം നടക്കുന്ന സമയത്ത് ഒരു ക്രൈം സംഭവിക്കുന്നു. സോ അവിടെ നിന്ന് കഥയിലെ ഗതികൾ അങ്ങോട്ട് മാറുകയാണ്. പിന്നീട് അങ്ങോട്ടൊരു ക്രൈം ത്രില്ലർ എന്നുള്ള ലേവലിലേക്ക് പോകുന്നു. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ അല്ലെങ്കിൽ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമിക് സ്റ്റൈലിലൊക്കെയാണ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഉജ്ജ്വലൻ എന്ന് പറയുമ്പോൾ ഒരു ഡിറ്റക്റ്റീവ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് തുടക്കം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടിയിരിക്കുന്നു. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ ജോസഫ് പോലൊരു സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു സാധനം, കമ്പാരിസൺ അല്ല, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ജോസഫിനകത്ത് തുടക്കത്തിൽ തന്നെ ആ ഒരു കേസ് ഫൈൻഡിങ്സ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അത്രത്തോളം ബ്രില്യൻ്റ് ആണ് അയാളെന്ന് കാണിക്കുന്ന ഒരു സീൻ കൂടിയാണത്. ബട്ട് ഇവിടെ ഉജ്ജ്വലനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കോമിക് സ്റ്റൈലിലാണെങ്കിൽ പോലും അയാളുടെ ഒരു ബ്രില്യൻസ് വെളിയിൽ കാണിക്കാൻ പറ്റുന്നൊരു സാധനമൊന്നും അല്ല ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു വീട്ടിലെ സ്വർണ്ണ മോഷണം പോകുന്നു, അത് ഉജ്ജ്വലായിട്ട് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് പൂച്ചയുടെ കാൽപ്പാട് വെച്ചിട്ട് പൂച്ചയാണെന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാധനം വെച്ചിട്ടാണ് ഉജ്ജ്വലേട്ടൻ്റെ ബ്രില്യൻസിനെ കാണിക്കുന്നത്. പിന്നെ അതിനപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉജ്ജ്വലേട്ടൻ നാട്ടിൽ ആട് മോഷണം പോയാൽ കണ്ടുപിടിച്ച് കൊടുക്കപ്പെടും, ചെരുപ്പ് മോഷണം പോയാൽ കണ്ടുപിടിച്ച് കൊടുക്കപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പുള്ളിയെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഗ്രാമത്തിൽ നടക്കുന്ന ക്രൈമിൻ്റെ പിന്നാലെ അദ്ദേഹം എത്തിച്ചേരുന്നു. അപ്പോഴത്തേക്ക് വേറൊരു പോലീസ് ഓഫീസറിൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന പ്രധാന ഓഫീസറാണ് റോണി ചേട്ടൻ്റെ ക്യാരക്ടർ. പുള്ളിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഉജ്ജ്വലനെ വിളിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ഉജ്ജ്വലൻ കണ്ട സിനിമകളിൽ നിന്നും വായിച്ച പുസ്തകങ്ങളിൽ നിന്നും ഒക്കെയുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി പോകുന്ന ഒരു ഡിറ്റക്റ്റീവ്. സോ ഇങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ക്രൈമിനോടനുബന്ധിച്ച് ഇവർക്ക് പല രീതിയിലുള്ള ക്ലാഷുകൾ ഉണ്ടാകുന്നു, സംഭവങ്ങളുണ്ടാകുന്നു. ബട്ട് ഇവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുന്നില്ല. അതായത് ആ ഒരു തരത്തിൽ ഒരു കഥാപാത്രങ്ങളോട് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഫീലും തോന്നുന്നില്ല. പിന്നെ അത്യാവശ്യം കൗണ്ടർ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം നസീറിൻ്റെ ക്യാരക്ടറിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറേ കൗണ്ടർ അടിക്കാനുള്ള ഒരു ഏരിയാസ് കിട്ടിയിട്ടുണ്ട്. അല്ലമീനും ആ ഒരു ടീം ഫുള്ള് ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ ഇവരുടെ ഇൻ്റർവ്യൂസിനകത്തൊക്കെ ഗംഭീര തങ്കടിയും പരിപാടികളൊക്കെ ആയിരുന്നു. ബട്ട് സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവരുടെ ക്യാരക്ടേഴ്സിന് യാതൊരുവിധ പ്രാധാന്യം ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലമീനെ ചെറുതായിട്ടൊരു കോമഡി അടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ട് കുറച്ച് 1-2 പോർഷൻസിൽ മാത്രം കുറച്ച് ഡയലോഗ്സ് കൊടുത്ത് എന്നാൽ ഒരു മുഴുനീള കഥാപാത്രമായിട്ട് അവിടെ ഇട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് മുഹമ്മദ് ഷുബാസിൻ്റെയും നിഹാലിൻ്റെയൊക്കെ അവസ്ഥ. നിഹാലാണെങ്കിലും മുഹമ്മദ് ഷുബാസ് ആണെങ്കിലും ഒക്കെ കുഞ്ചാക്കോ ബോബൻ എന്നുള്ളൊരു പേര് മാത്രമല്ല, ആ ഒരു പേരിലുള്ളൊരു പുതുമ മാത്രം കാണിച്ചിട്ട് അവർ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പോലും ഒരു കൗണ്ടറോ അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്സോ അവർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ അവരുടെ ഒരു ക്യാരക്ടർ ആർക്കെന്ന് പറയുന്നത് ഭയങ്കര ഡൗൺ ആയിപ്പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അന്തിക്കുരുടൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് നിഹാലാണ്. നിഹാലിന് 1-2 പോർഷൻസിൽ അത്യാവശ്യം ചിരിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇവിടെ ഒരു ക്യാരക്ടേഴ്സിനോട് നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇമോഷനും കണക്റ്റ് ആവുന്നില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇത് മൂന്നും നൈസായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനകത്ത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് ചെയ്ത്, ഇനി ഞാൻ കണ്ട തിയേറ്ററിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിഞ്ഞൂടാ, ഗ്രേഡ് ചെയ്ത് കളറൊക്കെ അങ്ങ് അറ്റം വയലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ച പഠിച്ചിട്ട് അതിൻ്റെ അറ്റം ചെന്ന് ഇരിക്കുന്ന പച്ചയൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിലൊക്കെയാണ് അടിച്ചു വെച്ചേക്കുന്നത്. കണ്ണ് മഞ്ഞളിച്ചു പോയി ആ പരുവത്തിലൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. പിന്നെ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കളർ വാരി വിതറിയിരിക്കുകയാണ്, കളർഫുൾ എന്നോ കാണിക്കുകയും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഒന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഡാർക്ക്നെസ്സിലോട്ട് മാറി എന്നുള്ളത് കാണിക്കാനുള്ള ഡയറക്ടർ ബ്രില്യൻസ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ധ്യാൻ ചേട്ടൻ, പുള്ളിക്കാരൻ സ്ഥിരം സിനിമകളിൽ വരുന്നത് പോലെ ധ്യാനായിട്ട് തന്നെ അഭിനയിച്ചു. പേരിൽ മാത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ളൊരു ഫീല് മാത്രം എനിക്ക് തോന്നിയത്. പക്ഷേ പുള്ളി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു എന്നുള്ളത് മാത്രം. കാരണം ആ ഒരു ക്യാരക്ടർ
അത്രേ ഉള്ളൂ. ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് പോയി. പിന്നെ കോട്ടയം നസീറിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം നൈസായിട്ടുണ്ടായിരുന്നു. സീമ ചേച്ചിയുടെ ക്യാരക്ടർ കൊള്ളായിരുന്നു. അതുപോലെ തന്നെ അന്തിക്കുരുടനായിട്ട് എത്തിയ നിഹാലിന് അത്യാവശ്യം 1-2 പോർഷൻസിൽ ചിരിപ്പിക്കാൻ പറ്റി. അല്ലമീൻ പ്രത്യേകിച്ച് ചിരിപ്പിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെയ്യേണ്ടായിരുന്നത് സിജു വിൽസനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ് പുള്ളിക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ധ്യാനിന് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ പല ഏരിയാസിലും അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് സിജു വിൽസനാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു സൈക്കോ കില്ലറുണ്ട്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളിക്കാരൻ്റെ അതായത് പുള്ളിക്കാരൻ മാസ്കോട് കൂടി ഒരു കില്ലിന് വരുന്ന സമയത്തൊക്കെ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഭയങ്കര കിഡിലായിട്ട് ഫീൽ ചെയ്തു. ആ ഒരു ഏരിയയുടെ സംഭവങ്ങളൊക്കെ വിഷ്വലൈസേഷൻ ആണെങ്കിലും സംഭവങ്ങളൊക്കെ ഭയങ്കര നൈസായിരുന്നു. ബട്ട് ഇതിനൊരു ബാക്ക് സ്റ്റോറി, ഒരു ഫ്ലാഷ് ബാക്ക് കൊണ്ട് ഇത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഞ്ച് സ്ഥിരം വരുന്നൊരു സാധനം. അത് ഞാനിപ്പോൾ അത് റിവീൽ ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമയുടെ സിമിലർ സാധനം തന്നെയാണ് സിനിമയിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുമായിട്ട് ഉജ്ജ്വലൻ ഒരു നനഞ്ഞ പടമായിട്ട് അങ്ങ് പോയി. നനഞ്ഞൊരു പടക്കം എന്നുള്ള രീതിയിൽ അങ്ങ് പോയി. പൊട്ടിയതുമില്ല, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ സൗണ്ടും കേട്ടു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയൊരു പടം. ടോട്ടലി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധ്യാൻ്റെ ഇപ്പോൾ കുടുംബശ്രീയും കുഞ്ഞാടും പോലെയുള്ള ഊളം പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ജയിലർ പോലെയുള്ള റോക്കറ്റ് പടങ്ങളൊക്കെ ചെയ്ത അവസ്ഥയിൽ നിന്ന് കുറേ കൂടെ ബെറ്ററായ ക്വാളിറ്റിയുള്ള ഒരു പടം എന്നുള്ള രീതിയിൽ നമുക്കൊരു 1 ടൈം വാച്ചിന് പറ്റിയ പടം. ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അയഞ്ഞ് വിട്ടങ്ങ് പോയി. സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ടൊന്ന് ഗ്രോത്ത് ഉണ്ടായി. അങ്ങനെ അങ്ങ് ആ ഒരു രീതി കീപ്പ് ചെയ്ത് പോയിട്ട് അവസാനിച്ചൊരു സിനിമ. അതേപോലെ തന്നെ ഇതിനകത്തൊരു ടൈലൻറ്റും പരിപാടിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബട്ട് ഒരു ടൈലൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു മൂവിയും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലേക്കുള്ളതാണോ എന്നൊക്കെ ഉള്ളൊരു സംഭവത്തിലായിരിക്കും. നമ്മൾ ഇതുവരെയും പല സിനിമകളിലും കണ്ടിട്ടുള്ളത് ഈ സിനിമയിൽ നിന്ന് ആ സിനിമയിലേക്ക് എന്താണ് ഒരു കണക്ഷൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാധനത്തിലേക്കാണ്. ബട്ട് ഇവിടെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് അടുത്ത സിനിമയുടെ ഒരു ഗ്ലിംസ് ഇട്ട ഒരു ഫീൽ മാത്രമായിരുന്നു. സോ അതൊരു ഗംഭീര സാധനമാണ്. ആ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലിംസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഭയങ്കര നൈസാണ്. കാണാൻ വിഷ്വലി ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമുണ്ട്. വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ, പക്ഷേ അത് അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. അത് ഇനി എങ്ങനെയാണ് ഈ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെടുന്നതെന്നോ ഏത് തരത്തിൽ കൊണ്ടെത്തിക്കുമെന്നോ എന്നോ എനിക്കറിയില്ല. ബട്ട് അത് എന്തായാലും ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് വെറുതെ അങ്ങ് ഇറങ്ങി പോകാൻ നിൽക്കരുത്. ജസ്റ്റ് അതും കൂടെ കണ്ടിട്ട് ഇറങ്ങി പോവുക. ഒരു 1 ടൈം വാച്ചബിളിന് പറ്റിയ കുഴപ്പമില്ലാത്ത ഒരു ധ്യാൻ സിനിമ. മറ്റുള്ളതിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പടി മുമ്പോട്ട് നിൽക്കുന്ന ഒരു ധ്യാൻ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതൽ ഫീലിങ്സോ ഇമോഷൻസോ അതുപോലെ തന്നെ ത്രില്ലോ ഒന്നും സംഭവിക്കാതെ വന്നു. ഒരു ഗ്രാഫിൻ്റെ ഒരു ലെവലിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി പിന്നെ അത് സ്റ്റേബിളായിട്ട് അങ്ങ് കീപ്പ് ചെയ്തൊരു പടം. പിന്നെ ഇതിനകത്ത് റോണി ചേട്ടൻ്റെ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഇമോഷനൊക്കെ കാണിക്കുന്നുണ്ട്. എന്തിനായിരുന്നു ആ ഇമോഷൻ എന്നൊക്കെ ഉള്ളത് എനിക്ക് ഒട്ടും ഫീൽ ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സിനൊന്നും ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ ഒരു 1 ടൈം വാച്ചബിളിന് പറ്റിയ ഒരു പടം എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസ് റോസിംഗ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.